ഹലോ, ഗുഡ് മോർണിംഗ്. രാധാസ് ഫാമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാറ്റത്തെ കിളിക്കൂടിൻ്റെ കഥയൊന്ന് നോക്കാം കേട്ടോ. ഇന്നിപ്പോൾ 24/6/26 കഥയാണേ. അപ്പോൾ ആ കഥയിൽ വരുന്നത് ഈ നമ്മുടെ സുനന്ദേനെ പിടിച്ച് വലിച്ച് കൊണ്ടുപോവാണ് ലളിതയും ആങ്ങളെയും കൂടെ, ബഗാസുരനും കൂടെ. അപ്പോൾ ഭാസ്കരൻ്റെ പേരാണ് ഏട്ടൻ്റെ ബഗാസുരൻ എന്ന്. അപ്പോൾ അങ്ങോട്ട് വിളിച്ചും കൊണ്ട് പോവാണ്. പറയും, എടി നീ എന്തൊക്കെയാണ് അവിടെ വന്ന് നിന്ന് പറഞ്ഞത്, നിനക്ക് വല്ല ബോധമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് നല്ല ബോധമുണ്ട് അമ്മേ. അമ്മ ഈ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. അവരെ വിളിക്കുന്നതും അവരെ കാണുന്നതൊക്കെ എന്തിനാണ് തെറ്റായി കാണുന്നത്. അമ്മയുടെ മനസ്സിലും മാത്രം, നിങ്ങളെ ചിലരുടെ മനസ്സിലും മാത്രമേ ഉള്ളൂ കുശുമ്പും അസൂയയും ഒക്കെ. അപ്പോൾ ഇവളുടെ ഭർത്താവിൻ്റെ പേര് അഖിൽ എന്നോ പിന്നെ അനിൽ എന്നോ എന്തോ ആണ്. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് മാത്രം എന്താ അത്ര പ്രശ്നം? ഞാൻ സുഭാഷ് ചേട്ടനെ വിളിക്കുന്നുണ്ട്, പക്ഷേ സുഭാഷ് ചേട്ടൻ ഫോൺ എടുക്കുന്നില്ല എന്ന് പറയും. അപ്പോൾ നീ എന്തിനാണ് ഈ സുഭാഷിനെ വിളിക്കാൻ നിൽക്കുന്നത്? അവർ തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്താ ബന്ധം എന്ന് അമ്മയ്ക്ക് അറിയില്ല, ഞങ്ങൾ തമ്മിൽ എന്താ ബന്ധം എന്ന് അമ്മയ്ക്ക് അറിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ നീ എല്ലാം നശിപ്പിച്ചിട്ടേ അടങ്ങുള്ളൂ, അതാണ് ഇതാണെന്നൊക്കെ പറയും. അപ്പോൾ പിന്നെ ഇവിടെ വല്യമ്മാവൻ പറയുകയാണ്, ഇതേ ലളിതേ, ഞാനൊരു കാര്യം പറയട്ടോ, ഈ കല്യാണം കഴിച്ചു കൊടുത്ത പെണ്ണിപ്പോൾ അവരെ വിളിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അത് പ്രശ്നത്തിലേക്കാണ് പോണത്, നീ നിൻ്റെ മകളെ പറഞ്ഞ് മനസ്സിലാക്കിക്കോ എന്ന് പറയാണ്. അപ്പോൾ പറയും, നിങ്ങൾ ചിന്തിക്കുന്ന പോലെയൊന്നും അല്ല, പിന്നെ എന്താണ് അയാളുടെ പേര്, അജിത്ത് എന്നോ അനിലേട്ടൻ ചിന്തിക്കുന്നത്. നിങ്ങൾ മാത്രമേ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുള്ളൂ. ഞാൻ വിളിച്ചാലും അതിനൊരു കുഴപ്പമില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും എന്നോട് സംശയം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനുള്ള മറുപടി പറഞ്ഞോളാം. പിന്നെ അമ്മ എന്നെ ഈ തല്ലാൻ നിൽക്കരുത് കേട്ടോ, എന്നെ കല്യാണം കഴിപ്പിച്ചയച്ചതാണ്, അമ്മ എന്നെ ഇങ്ങനെ തല്ലേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറയും. ആ സമയത്താണ് ഇവളുടെ ഭർത്താവ് അങ്ങോട്ട് വരുന്നത്, കാറുമായിട്ട് വരുന്നത്. അപ്പോൾ പറയും, ലളിത നിർത്തിക്കോ, അവൻ വരുന്നുണ്ട് എന്ന് പറയാൻ. അപ്പോൾ അവൻ വിളിക്കും, പോടി ചെല്ലേ, പോയി ചായ ഉണ്ടാക്കി കൊടുക്കാം അവന് എന്ന് പറഞ്ഞിട്ട് ലളിത അവളെ തള്ളി വിടുകയാണ് സുനന്ദേനെ കേട്ടോ. അപ്പോഴേക്കും ഇയാൾ പുറത്ത് പോയിട്ട് കൂട്ടിയും കൊണ്ട് വരുന്നു. ഇവിടെ അപ്പോഴേക്കും തിരിച്ച് ഗൾഫിലേക്ക് പോയെണ്ണു, അയാളില്ല നാട്ടിൽ. അങ്ങനെ പിന്നെ വല്യമാമ എന്ന് പറഞ്ഞിട്ട് അയാൾ ഇങ്ങോട്ട് കയറി വരുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് അങ്ങനെ ഇയാളിങ്ങനെ കൂട്ടിയും കൊണ്ട് വരിക. പിന്നെ കാണിക്കുന്നത് നമ്മളുടെ ഇവിടെ സുഭാഷിൻ്റെ വീട്ടിലാണ്, ഭാസ്കരൻ്റെ വീട്ടിലാണ്. അപ്പോൾ എല്ലാവരും കൂടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ മറ്റേ നിധി ഇരിക്കുന്നുണ്ട്, ഹരീഷ്, നികേഷ്, സുധീഷ്, എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ചായ കൊടുക്കുകയാണ് സുഭാഷ് കേട്ടോ. ചായ കൊടുത്തിട്ട് പറയും, പിന്നെ ഒരു കാര്യം എനിക്ക് നിങ്ങളോടൊക്കെ കൂടെ പറയാനുണ്ടെന്ന് പറയും സുഭാഷ്. അപ്പോൾ എന്തായിട്ടാ ചോദിക്കുക? ഒന്നുമില്ല, അപ്പോൾ നിധി ഇപ്പോൾ ഇന്നത്തെ ഈ സംഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നിധി ഇനി തനിച്ച് പിന്നെ പോകണ്ട ഓഫീസിൽ. നമുക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് കൂടെ പോവുക, അത് പറഞ്ഞിപ്പോൾ അതുപോലെ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ ലക്ഷം വൈകുകയാണെങ്കിൽ നമുക്ക് കൂട്ടിയിട്ട് വരികയും ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ, ആളുകൾ ഓരോന്ന് പറയുന്നുണ്ടല്ലോ. ഇന്നിപ്പോൾ നമ്മളൊക്കെ കൂടെ അത് ഇതാക്കിയെങ്കിലും അതങ്ങനെ നിസ്സാരമായിട്ട് തള്ളേണ്ട കാര്യമല്ല എന്ന് പറയാണ്. അപ്പോൾ സുധീഷ് എടുത്ത വഴിക്ക് അറിയും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിധി ഒറ്റയ്ക്ക് പോട്ടെ, ഒറ്റയ്ക്ക് പോയി പഠിക്കട്ടെ. അങ്ങനെ ഇപ്പോൾ നമ്മൾ കൂടെ പോകുമ്പോഴാണ് ആളുകൾ ചിരിക്കുക. നമുക്ക് എപ്പോഴും ഇപ്പോൾ ഇങ്ങനെ പിന്നെ പ്രൊട്ടക്ഷനായിട്ട് പോകാൻ പറ്റുമോ? അത് വേണ്ടല്ലോ. ഇപ്പോൾ നിധിക്ക് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കൂടെ പോകുമ്പോൾ അപ്പോഴല്ലേ ആളുകൾ പരിഹസിക്കുള്ളൂ. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നിധി പോട്ടെ, നിധി തനിച്ച് പോട്ടെ, ഓഫീസിലേക്ക് തനിച്ച് പോവും വരും ചെയ്യട്ടെ. നമ്മൾക്ക് എപ്പോഴും നിധിക്ക് ഇങ്ങനെ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിധി തന്നെ കൈകാര്യം ചെയ്തിട്ട് അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുള്ളൂ. നിധിയുടെ വലിയ ആഗ്രഹമാണ് പിന്നെ ഒറ്റയ്ക്ക് നിൽക്കുക, അതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുക, തനിച്ച് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് ഡ്രീംസൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നതാണ് നിധിക്ക് ഇഷ്ടം. അത് അങ്ങനെ തന്നെ ആവട്ടെ പറയുമ്പോൾ ഇങ്ങനെ ചിരിക്കുന്നില്ല, അവൾക്ക് സമാധാനമാണ്. കാരണം സുഭാഷ് അങ്ങനെ പറയുമ്പോൾ അവൾക്കൊരു ഭയം, ഇനിയിപ്പോൾ ഇവരാരെങ്കിലും എസ്കോട്ട് വരുമോ എന്നുള്ളത്. കാരണം അവൾക്കും നാണക്കേടാണ്, ഇതൊരാളിങ്ങനെ മറ്റേ ഹിറ്റ്ലറിലെ പോലെ മമ്മുക്ക പെങ്ങന്മാരുടെ കൂടെ കാവൽ പോണ പോലെ ഇവളുടെ കൂടെ ഇവർ 5 കൂടെ പോയാൽ നല്ല രസമാവില്ലേ കാണാൻ. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നിധി ഒറ്റയ്ക്ക് പോയിട്ട് വരട്ടെ എന്ന് തന്നെയാണ് സുധീഷ് പറയുന്നത്. അപ്പം നിധിയുടെ അഭിപ്രായം എന്താ വയ്ക്കുമ്പോൾ, അതാണ് എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ തനിച്ച് പോയി വന്നോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല അറിയും. അപ്പോൾ അറിയാതെ ഇനി അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ചാൽ അവരുടെ കണ്ണുകളിലേക്ക് നോക്കിയാൽ മതി, പിന്നെ അവൻ പറയില്ല എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് സുധീഷ്. അങ്ങനെ അത് പക്ഷേ സുഭാഷിന് അത് അങ്ങോട്ട് തൃപ്തിയാണല്ലേ, പറയടാ എന്നാലും ഒരു പ്രശ്നമില്ല കേട്ടോ, അങ്ങനെ തന്നെയാണ് ഒറ്റയ്ക്ക് പെൺകുട്ടികൾക്ക് അത് കാലത്ത് ജീവിക്കണ്ടേ, ഇന്നത്തെ പ്രശ്നത്തിൽ നമ്മളതിനെ സോൾവ് ചെയ്തു പറയും. അപ്പോൾ പിന്നെ സുഭാഷ് പറയാൻ നിൽക്കുമ്പോൾ ഹരീഷ് ഏട്ടാ അത് വേണ്ട, എടുത്ത് തനിച്ച് പോട്ടെ, ഇങ്ങനെ വല്ല പ്രശ്നം ഉണ്ടാകുമ്പോൾ നമുക്കപ്പോൾ ഇറങ്ങാം, അല്ലാണ്ട് ഇനി എടുത്തിക്ക് അങ്ങനെ എസ്കോട്ടിൻ്റെ ആവശ്യമില്ല, എടുത്തിക്ക് ധൈര്യം ഉണ്ടല്ലോ, പിന്നെ എന്തിനാ സുഭാഷ് ഏട്ടന് ഇത്ര പേടി എന്ന് ചോദിക്കുകയാണ്.
അങ്ങനെ അത് ഒക്കെ സോൾവ് ആവുന്നുണ്ട്. അപ്പോൾ നികേഷും പറഞ്ഞു അത് ശരിയാണ്, എടുത്ത് ഒറ്റയ്ക്ക് പോട്ടെ അറിയാം. അപ്പോൾ എല്ലാവരും സുധീഷിൻ്റെ ഒപ്പം നിൽക്കുന്നുണ്ട്. അവൾ തനിച്ച് പോട്ടെ എന്നുള്ള ഒരു സംഭാഷണത്തിൽ കാര്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാണുന്നത് മറ്റേ ഇവളുടെ വീട്ടിലാണ്. അതായത് നീതുവിൻ്റെ വീട്ടിലാണ്. നീതുവിനിട്ട് കൊടയാണ് എല്ലാവരും കൂടെ ഇട്ടിട്ട്. അപ്പോൾ അഖിൽ പറയുക അവന്മാരെ അടിച്ച് അകത്ത് ജയിലിലിടേണ്ടതായിരുന്നു എന്ന് എനിക്ക് എൻ്റെ കൂട്ടുകാരുടെ മുന്നിലൊന്ന് നിവർന്ന് നിൽക്കായിരുന്നു. ഇപ്പോൾ അതും ഉണ്ടായില്ല. ഇവള് കാരണം അപ്പോഴേക്കും അവരുടെ സപ്പോർട്ടിന് ചെന്നു എന്ന് പറയണം. അപ്പോഴേക്കും ഓട്ടോ ചന്ദ്രൻ വന്നിട്ട് പറയും, മോളെ നീ എന്താണ് ഈ കാണിക്കുന്നത്, നീ ഞങ്ങളെ ഭാഗമല്ലേ പറയേണ്ടത്, നീ എന്തിനാ അവരുടെ ഭാഗം പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ വക ചെയ്ത. അപ്പോൾ ഭാര്യ, അതായത് ഇവളുടെ അമ്മ, നീതുവിൻ്റെ അമ്മ കയ്യിലിരിക്കുന്നൊരു പ്ലേറ്റ് എടുത്ത് താഴത്തേക്ക് വലിച്ചെറിയുന്നുണ്ട് ദേഷ്യത്തിൽ. അപ്പോൾ പിന്നെ ചന്ദ്രൻ പറയിട്ട് പറഞ്ഞു, നീയൊന്ന് ഒതുങ്ങ, നീ ഇങ്ങനെ BP കൂട്ടല്ലേ, BP കൂടട്ടെ, കൂടിയിട്ട് ഞാൻ ചാവട്ടെ, ഇവൾക്ക് അവതല്ലേ ആവശ്യം, ചത്ത് തൊലയട്ടെ ഞാൻ, ഇവളുടെ എല്ലാ ആവശ്യങ്ങളും നമ്മൾ നിറവേറ്റി കൊടുക്കുന്നില്ലേ ചന്ദ്രേട്ടാ, അവൾക്ക് വണ്ടി വേണമെന്ന് പറഞ്ഞാൽ അത് വാങ്ങിച്ചു കൊടുത്തു, കോളേജിൽ ചേർക്കണം എന്ന് പറഞ്ഞാൽ അത് ചെയ്തു, അവൾക്ക് മേക്കപ്പ് സാധനങ്ങൾ അത് വേണം ഇത് വേണം, എന്ത് പറഞ്ഞതാണ് നമ്മൾ അവൾക്ക് വേണ്ടി ചെയ്യാത്തത്, എന്നിട്ട് അവൾ നമ്മളോട് കാണിക്കുന്നത് കണ്ടില്ലേ, ഇങ്ങനെയാണോ നമ്മളോട് കാണിക്കേണ്ടത്, നമ്മളെ കൂടെ നിൽക്കേണ്ടവളല്ലേ അവൾ, എന്നിട്ട് അവൾ നമ്മളോട് എന്താ ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അവിടുന്ന് എല്ലാവരും കൂടെ അവളെ ഇട്ടിട്ട് കൊടയാണ് ഇട്ടിട്ട്. അത് കഴിഞ്ഞ് അപ്പോൾ അവൾ നീറ്റ് അങ്ങോട്ട് പോകും. അപ്പോൾ അഖിലിനെ ചീത്ത പറഞ്ഞിട്ടാണ് നീ പോടാ എന്നും പറഞ്ഞിട്ടാണ് അവൾ നീറ്റ് അകത്തേക്ക് പോകുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ രാത്രിയിൽ ഹരീഷും അതുപോലെ സുധീഷും രണ്ടുപേരും കൂടെ കടന്നിങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ സുഭാഷും ഇല്ല, നികേഷും ഇല്ല. അപ്പോൾ നികേഷ് ഇരുന്ന് പഠിക്കുകയാണ്, സുഭാഷ് അപ്പുറത്ത് എവിടെയാണ് നിധി കിടക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പറയും, പിന്നെ എന്താടാ നീ ആലോചിക്കണേ എന്ന് ചോദിക്കുകയാണ് ഹരീഷിനോട്. അപ്പോൾ അറിയാം, അതല്ല സുധീഷേട്ടാ, ഇനിയിപ്പോൾ എന്തൊക്കെയായാലും ഞാൻ അവളെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു പറയും. അപ്പോൾ നീ ആരെക്കുറിച്ചിട്ട് ആലോചിക്കണേക്കുമ്പോൾ നീതുവിനെ നോക്ക്, ഇന്ന് നമ്മുടെയൊക്കെ ഒരു ആവശ്യം വന്നപ്പോൾ അവൾ നമ്മളെ കൂടെ വന്ന് നിന്നില്ലേ എന്നൊക്കെ പറയും. അതെ അതെ ശരിയാണ്, അവൾ വന്നു, അവൾ പക്ഷേ അവളുടെ വീട്ടിൽ ഭയങ്കര പ്രശ്നമാവും എന്നാണ് തോന്നുന്നത് കേട്ടോ എന്ന് പറയുമ്പോൾ ഉണ്ടാവും, അവർ നല്ലോണം അവളെ ഉപദ്രവിക്കുന്നുണ്ടെന്ന് അവൾ പറഞ്ഞിരുന്നു. അപ്പോൾ ആ സമയത്ത് അവൾ പിന്നെ വന്ന് നിന്നില്ലേ പറയും. അപ്പോൾ അങ്ങനെ ആലോചിക്കുകയാണ്, അവളെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്ന ആ സമയത്ത്. അപ്പോൾ അവൾ ചിരിക്കുന്നതൊക്കെയാണ് നമ്മൾ ഹരീഷ് ഇങ്ങനെ ആ ചിരിയിലും വർത്തമാനത്തിലും മയങ്ങിപ്പോയി പറയും, ഒരു മനുഷ്യനോട് മിണ്ടാണ്ട് നടന്നിരുന്ന ചെക്കനാണ് ഇപ്പോൾ അവനാണ് പ്രേമം കയറിയിരിക്കുന്നത് പറയുമ്പോൾ ഇത് പ്രേമല്ല സുധീഷേട്ടാ, അല്ല ഞാനത് ആലോചിക്കുകയായിരുന്നു, അവൾ പിന്നെ അവൾക്ക് എന്നെ എത്ര ഇഷ്ടമാണ്, ഞാൻ എന്നിട്ടും അവളെ ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല, പിന്നെ ഇപ്പോഴാണ് പക്ഷേ എനിക്ക് അവളോടൊരു ഇഷ്ടം തോന്നുന്നുണ്ടോ എന്നൊരു സംശയമാണെന്ന് പറയുമ്പോൾ തോന്നും എന്നറിയാം. അപ്പോഴേക്ക് ഹരീഷ് എന്ന് പറഞ്ഞിട്ട് സുധീഷിനെ കയറി ഒറ്റ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയ്ക്ക്, നീ എന്താടാ ഈ കാണിക്കുന്നത്, ഉമ്മ വയ്ക്കുക, ആദ്യമായിട്ട് കിട്ടേണ്ട ഉമ്മേൻ്റെ ആ ത്രില്ല് നീ കളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ മുഖം ഇങ്ങനെ തുടയ്ക്കുന്നുണ്ട് സുധീഷ് കേട്ടോ. അപ്പോൾ പറയും, അതല്ല ഞാൻ അവളെക്കുറിച്ച് എനിക്ക് മനസ്സിലായി, നീ അവളെക്കുറിച്ചിട്ട് തന്നെ ആലോചിച്ചിട്ടാണ് ഈ ഉമ്മ വെച്ച് തരുന്നത്. അതല്ല സുധീഷ് ചേട്ടാ, ഞാനിങ്ങനെ ആലോചിക്കുന്നത്, അവൾ നമുക്ക് വേണ്ടിയിട്ടല്ലേ സംസാരിച്ചതല്ലേ, അവളെ ഞാൻ ഒരിക്കലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, അവളെൻ്റെ പിറകെ നടങ്ങുമ്പോൾ ഞാൻ മൈൻഡ് ചെയ്യാതെ വിടുമായിരുന്നു, ഇപ്പോൾ അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അവളോട് എനിക്കിഷ്ടം വരുന്നുണ്ട് കുറേശ്ശെ എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ഒരു പെണ്ണിൻ്റെ ചിരി എന്ന് പറഞ്ഞാൽ മുല്ലപ്പൂ വിരിയുന്ന പോലെയാണ്. അപ്പോൾ അവൻ്റെ മനസ്സിൽ നിധിയാണ്, നിധി വന്ന് ചിരിക്കുന്നതും ഒക്കെയാണ്. അപ്പോൾ അവളുടെ ചിരി നല്ല മുല്ലപ്പൂ പോലെയാണ് അവളുടെ ചിരി. അതുപോലെ അവൾ വരുമ്പോൾ അവളുടെ നക്ഷത്രങ്ങൾ കണ്ണ് ചിമ്മും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയണം. അപ്പോൾ എനിക്കതൊന്നും അറിയില്ല, ഹരീഷും അറിയാണ്, എനിക്കങ്ങനെ ഇതൊന്നും പറയാനൊന്നും അറിയില്ല. പക്ഷെ ഒന്നുണ്ട്, നല്ല കരിങ്കല്ല് അല്ല വെള്ളാരം കല്ല് പോലത്തെ ഭംഗി എന്തൊക്കെയോ അവനും പറയുന്നുണ്ട്. അപ്പോൾ അവസാനം പറഞ്ഞു, ശരി എന്നൊരു കാര്യം ചെയ്യാം സുധീഷേട്ടാ, നീക്ക് നമുക്ക് അവളെ വീട്ടിലേക്ക് പോകാമെന്ന് പറയും. അപ്പോൾ പറയും, വീട്ടിലേക്കോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അവളെ വീട്ടിൽ പോകാം, അവളെ ഒന്ന് കാണാം, അപ്പം തന്നെ പോകാമെന്ന് പറയും. വേണ്ടടാ ഈ രാത്രിയിൽ എന്ന് പറയും, അത് പറ്റില്ല, ഇപ്പോൾ പോകണം, അപ്പോൾ അവളൊന്ന് വിളിച്ചാൽ പോരേക്കുമ്പോൾ ഇല്ല, അവളുടെ ഫോണൊക്കെ അടിച്ച് പൊട്ടിച്ചു സുധീഷേട്ടാ എന്ന് പറയും. അപ്പോൾ അവൾ ഒരുപാട് അവിടെ അനുഭവിക്കുന്നുണ്ടല്ലേ എന്ന് പറയും. ഉണ്ടേ. അപ്പോൾ അത് തന്നെ അവൾക്ക് ഫോണൊന്നുമില്ല, ഫോണൊക്കെ അവർ അടിച്ച് പൊട്ടിച്ച് കളഞ്ഞു സുധീഷേട്ടാ. അപ്പോൾ പിന്നെ നമുക്ക് അങ്ങോട്ട് പോയി കാണാം എന്ന് പറയുകയാണ്. അങ്ങനെ പിന്നെ എന്നാൽ ശരി എന്നാൽ എഴുന്നേക്കാൻ അറിയാം. അപ്പോൾ ഒന്ന് സുഭാഷ് ചേട്ടനോട് പറയേണ്ടേക്കും, അയ്യോ വേണ്ട, സുഭാഷ് ചേട്ടൻ സമ്മതിക്കില്ല അറിഞ്ഞു കഴിഞ്ഞാൽ, കാരണം പാതിരാക്കിയാണ് അങ്ങോട്ട് പോകുന്നത് അവളെ വീട്ടിലേക്ക്. അപ്പോൾ സുഭാഷ് ചേട്ടൻ സമ്മതിക്കില്ല, സുഭാഷ് ചേട്ടനോട് പറയാണ്ട് നമുക്ക് അങ്ങോട്ട് പോവാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ശരി പോവാമെന്ന് അറിയാൻ.
അങ്ങനെ പിന്നെ ഇവർ പോകാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ മുടിയൊക്കെ ചീകി നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഇറങ്ങാൻ നിൽക്കുമ്പോഴേക്കും പിന്നെ ഇവള് കാണാൻ പമ്മി വരുന്നു. എന്നിട്ട് ആര് നീതു വന്നിട്ട് അവളുടെ അച്ഛൻ്റെ ഫോൺ എടുത്തിട്ട് റൂമിൽ കയറി പെട്ടെന്ന് വാതിലടച്ചിട്ട് ഹരീഷിനെ വിളിക്കുകയാണ്. അപ്പോൾ പറയും, എടാ വാടാ കള്ള കമുക, എത്ര നേരമായി നീ ഇങ്ങനെ ഒരുങ്ങാൻ തുടങ്ങിയിട്ട്, പോണ്ടേ നീ ഒന്ന് എഴുന്നേറ്റ് വാ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ഇതാ വരുന്നു പറയുമ്പോഴാണ് ഇവൻ്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. ഫോൺ റിങ് ചെയ്യുമ്പോൾ ഫോൺ പറഞ്ഞ ഒരു നമ്പറാണല്ലോ, എടുക്കുക എന്ന് പറയും. അങ്ങനെ ഫോൺ എടുത്തിട്ട് ഇവനെ വിളിക്കുന്നുണ്ട് ഹരീഷിനെ. അപ്പോൾ ഹലോ വയ്ക്കുമ്പോൾ ഞാനാണ് ഹരീഷേ എന്ന് പറയുമ്പോൾ നീതു എന്ന് വയ്ക്കുമ്പോൾ അപ്പോൾ സുധീഷയ്ക്ക് ആരോടെ വയ്ക്കുമ്പോൾ നീതു എന്ന് പറയും. സംസാരിക്കുകയെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ സംസാരിക്കും. നീ എന്താ ഈ ഫോണ്? അത് എൻ്റെ അച്ഛൻ്റെ ഫോണാണ്, എൻ്റെ ഫോണൊക്കെ തല്ലിപ്പൊട്ടിച്ച് കളഞ്ഞു ഹരീഷേ, അവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ വയ്ക്കുമ്പോൾ ഇല്ല ഇവിടെ പ്രശ്നമില്ല. അവിടെ വയ്ക്കുമ്പോൾ ഇവിടെ എനിക്ക് ഭയങ്കര പ്രശ്നം തന്നെയാണ്, നിന്നെ അവരെല്ലാവരും കൂടെ അടിച്ചു വയ്ക്കുമ്പോൾ അച്ഛനും അമ്മയും ഏട്ടനും എല്ലാവരും കൂടെ എന്നെ വളഞ്ഞിട്ട് അടിക്കുകയായിരുന്നു. പക്ഷെ ഞാനൊന്നും പറയുന്നില്ല, എന്തായാലും കുഴപ്പമൊന്നുമില്ല, കിട്ടിക്കോട്ടെ, സാരമില്ല. നിൻ്റെ പിന്നാലെ നടക്കുമ്പോൾ ഇതിലും വിഷമമായിരുന്നു, അത്രത്തോളം ഒന്നും വിഷമമല്ല എന്തായാലും അവർ അടിക്കുമ്പോൾ എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അപ്പോൾ എന്നെ ഓർത്തിരിക്കുകയായിരുന്നു ഞാൻ എന്നിങ്ങനെ പറയുകയാണ് ഹരീഷ്. അപ്പോൾ എനിക്ക് തോന്നി, അതുകൊണ്ടല്ലേ ഇപ്പോൾ ഞാൻ വിളിച്ചത് എന്നറിയാം. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ സംസാരിക്കുമ്പോൾ പിന്നെ എന്തായാലും നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നീ എന്നോട് പറയണം, ആ നിമിഷം ഞാൻ അവിടെ വന്നോളാം, നിന്നെ കൂട്ടിയും കൊണ്ട് പോരാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ശരി എന്നാൽ നീ കിടന്നോ കേട്ടോ, നാളെ കാണാം, ഞാൻ നാളെ നേരിട്ട് വരാം കാണാൻ കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വെക്കുക. അച്ഛൻ്റെ ഫോണാണ്, ഞാനത് തിരിച്ച് വെക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവനോട് സംസാരിച്ചിട്ട് ഫോൺ നിൽക്കണം. അപ്പോഴേക്കും എന്തോ പറയാൻ വരുമ്പോഴേക്കും ഇവൾ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയും അവൾക്ക് നല്ല അടി കിട്ടിയിട്ടുണ്ട്, അവളെ ഫോണൊക്കെ എറിഞ്ഞ് പൊട്ടിച്ചിട്ടുണ്ട് നീ പറയും ഒരുപാട് ബുദ്ധിമുട്ട് അവൾ അനുഭവിക്കുന്നുണ്ടല്ലേ എന്ന് പറയുമ്പോൾ ഉണ്ട് പറയും. അപ്പോൾ പോലീസിനോടൊക്കെ ഇവൾ പറയുന്നത് എനിക്ക് ഹരീഷിനെ ഇഷ്ടമാണ്, അപ്പോൾ ഞങ്ങളുടെ കല്യാണം നടത്തി തരണം, ഇവർ അതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞാൻ ഹരീഷിൻ്റെ കൂടെ പോരുന്നൊക്കെ പറഞ്ഞതൊക്കെയാണ് ഇവന് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ പറയും നീ എന്താ ചെയ്യുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയും, അങ്ങനെ ഇവരുടെ കൂടെ എന്തോ പറഞ്ഞ് തമാശ പറഞ്ഞിട്ട് ഓടുകയാണ്. ഇവനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഹരീഷിൻ്റെ പിന്നാലെ സുധീഷ് കിടന്ന് ഓടുന്ന കണ്ടിട്ടാണ് സുഭാഷും നികേഷും കൂടെ അങ്ങോട്ട് ഓടി വരുന്നത്. അപ്പോൾ പറയും നീ എന്താണ് അവിടെ അടിയാണോ ചോദിക്കണേ, കാര്യം ഇവർ ആണെങ്കിൽ തമ്മിൽ തല്ലുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ അല്ല ഏട്ടാ അറിയും, പിന്നെ എന്താ അവിടെ പരിപാടി വയ്ക്കുമ്പോൾ രണ്ടാളും ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കിതക്കുകയാണ്, ഓടുകയാണ്, അവിടെ കടന്ന് ഓടുക രണ്ടും കൂടെ. അപ്പോൾ എന്താ രണ്ടുപേരും കൂടെ അങ്ങനെ കിതക്കണം? ഒന്നുമില്ല ഹരീഷ് ഏട്ടാ, അതല്ല എന്തോ കാര്യമുണ്ട്, എന്താ സംഭവം പറ, എന്താന്ന് ചോദിക്കാൻ. അല്ല ഇവനെ എനിക്കൊരു ഉമ്മ തന്നു എന്ന് പറയും. അപ്പോൾ ഇപ്പം അവന് തിരിച്ച് ആ ഉമ്മ അവന് വേണ്ടത്രേ. അപ്പോൾ ഞാനത് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നാലെ ഓടിയതറിയും. ഉമ്മേ എന്ന് ചോദിക്കും സുഭാഷ്. അത് കേൾക്കുമ്പോൾ ആകെ അന്തം വിടുകയാണ്. അപ്പോൾ സുധീഷ് പറയും അതെ. അപ്പോൾ അവന് ഞാനിന്ന് എന്നിട്ട് ഇവനെ പിടിച്ചിട്ട് ഇവൻ്റെ കവിളത്തൊരു ഉമ്മ കൊടുക്കുകയാണ് സുധീഷ്. എന്നിട്ട് അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല സുഭാഷ് ചേട്ടാ അറിയും, പോയി കടന്നുറങ്ങണ രണ്ടും കൂടെ എന്ന് പറഞ്ഞിട്ട് ചീത്ത പറയണം സുഭാഷേ. അങ്ങനെ ഇവന്മാർ രണ്ടുപേരും കൂടെ പെട്ടെന്ന് വന്ന് കടന്ന് ചിരിച്ചിട്ട് കടന്ന് പറഞ്ഞിട്ട് രണ്ടാളും കൂടെ വേഗം വന്ന്, കാരണം സുഭാഷിനോട് പറയാൻ പറ്റില്ല നീതുവിനെ കാണാൻ വേണ്ടി പോകാൻ നിന്നതാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുഭാഷിൻ്റെ അടുത്ത് എന്തായാലും ചീത്ത വെക്കും. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇവന് നിക്കേഷിന് ഇതല്ല കേട്ടോ, അതിലെന്തോ കള്ളക്കളി ഉണ്ട് പറയുമ്പോൾ നീ പോയി കിടക്കുക എന്ന് പറയും സുഭാഷിനോട്, മതി പഠിച്ചത് എന്ന് പറയണം നികേഷിനോട്. അങ്ങനെ അവനും വന്ന് കിടക്കുക. ഇവന്മാർ രണ്ടുപേരും കടന്ന ഉടനെ കൂർക്കം വലിക്കാൻ തുടങ്ങിയിട്ടോ. അപ്പോൾ സുഭാഷ് നികേഷ് പറയും അല്ല ഈ ഒരു കൂർക്കം വലിച്ചു തുടങ്ങിയല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയും എന്താണ് ഇതിലെന്തോ കള്ളത്തരമുണ്ട് എന്നിങ്ങനെ നികേഷ് പിന്നെയും പറയും, നീ ഉറങ്ങാൻ നോക്കുക എന്ന് പറയും. അങ്ങനെ പിന്നെ ഇവന്മാർ ഇങ്ങനെ അഭിനയിക്കുന്ന രണ്ടുപേരും കൂർക്കം വലിച്ചിട്ട് കിടക്കുന്നവരിങ്ങനെ അഭിനയിക്കുന്നതാണ്. അപ്പോൾ പിന്നെ പെട്ടെന്ന് പിന്നെ സുധീഷ് ഇങ്ങനെ പറഞ്ഞിട്ട് രണ്ടാളും പറ്റിച്ചു എന്നറിയാണ്. പിന്നെ ഇവരിങ്ങനെ ഉറങ്ങുന്ന സമയത്ത് ഭാസ്കരനെ കാണിക്കണം. ഭാസ്കരൻ കടന്നിങ്ങനെ ഭാസ്കരനും ഉറങ്ങുന്നുണ്ട്, പക്ഷേ സുഭാഷ് മാത്രം ഉറങ്ങുന്നില്ല, ബാക്കി എല്ലാവരും കടന്നുറങ്ങി. അപ്പോൾ അതിങ്ങനെ ആലോചിക്കുകയാണ്. നിധിനെ ഇവർ പറഞ്ഞത് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അഞ്ജലി എന്ന് പറഞ്ഞിട്ട് 5 ആണുങ്ങളെ കൂടെ കഴിയുന്നവളെ പിന്നെ അഞ്ജലി എന്നല്ലാണ്ട് പിന്നെ എന്താ വിളിക്കുക എന്നുള്ളത് ഇങ്ങനെ ഇയാൾ പിന്നെ ഇതിങ്ങനെ ആലോചിച്ച് കിടക്കണം. അയാൾക്കെന്തോ അത് വല്ലാതെ മനസ്സ് കൊണ്ടു, അവളെ എത്രയും അപമാനിച്ചത് മനസ്സ് കൊണ്ടു കേട്ടോ. പിന്നെ അയാൾ അവിടെ നിന്ന് നീച്ച് നിന്നിട്ട് സുധീഷിനെ അല്ലാണ്ട് ഹരീഷിനെയും നികേഷിനെയും വിളിക്കുന്നുണ്ട്. ഏട്ടാ നീക്കി എനിക്ക് നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയേണ്ട, എഴുന്നേക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഏട്ടാ ഈ പാതിരാക്കിയെന്ന് ചോദിക്കുന്നുണ്ട് നികേഷ്. അപ്പോൾ പറയും നീ ഉറക്കം വരിക ഏട്ടാന്ന് പറയുമ്പോൾ എന്നാൽ നീ പോയിട്ടില്ലേ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക, അപ്പോൾ നിൻ്റെ ഉറക്കം പോകുമെന്ന് പറയുക. അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്, എന്താ കാര്യം എന്ന് ചോദിക്കാൻ. അപ്പോൾ പറയും അത്
ഇന്ന് നിധി വല്ലാണ്ട് അപമാനിക്കപ്പെട്ടില്ലേ, അത് ഇവിടെ നിന്നതുകൊണ്ടല്ലേ ആ കുട്ടി അങ്ങനെ അപമാനിക്കപ്പെട്ടത്. അതൊക്കെ കഴിഞ്ഞു പോയില്ല ഏട്ടാ. നമ്മളവന് നല്ല അടിയും കൊടുത്ത് പറഞ്ഞയച്ചല്ലോ. ഇനിയിപ്പോൾ എന്താ അതിൻ്റെ മുകളിലൊരു ഇത് വരുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ഹരീഷ്. അപ്പോൾ അതല്ലടാ, ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് അറിയും. അപ്പോൾ എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പിറ്റേ ദിവസമാണ്, അതായത് നാളെയാണ് അതിൻ്റെ തീരുമാനം സുഭാഷ് പറയുന്നത്. അതെന്തായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാം കൂടെ കൺഫ്യൂഷനായിരിക്കുന്നത്. ഇനിയിപ്പോൾ നിധിനെ വീണ്ടും ഹോസ്റ്റലിൽ തന്നെ കൊണ്ടാക്കുമോ അതോ വേറെ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല. എന്തായാലും ആരും മിസ് ചെയ്യാണ്ട് നമ്മളുടെ കരുത്തേക്കിളിക്കൂടി കാണുക. നിങ്ങളുടെ പിന്നെ എൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻ്റായിട്ട് പറയണം കേട്ടോ. പിന്നെ കഥയാണ് സാധാരണ ഒരു കഥ പറയുമ്പോൾ തന്നെയാണ് ഞാൻ പറയുന്നത്. ആ ഒരു സീരിയൽ കണ്ട ആ സീരിയലിലെ പോലെ തന്നെയാണ് ഞാൻ കഥ പറയുന്നത്. ഞാൻ എൻ്റെ കഥ പറഞ്ഞ് ഞാൻ തന്നെ ഒന്ന് കേട്ടിട്ട് എനിക്ക് പൂർണ്ണ തൃപ്തിയായിട്ട് തന്നെയാണ് ഞാനത് പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സാധാരണ നമ്മളൊരു കഥ പറയുന്ന പോലെ തന്നെയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് നിങ്ങൾക്ക് ലൈക്കൊക്കെ ചെയ്ത്, പിന്നെ ഡയലോഗ് മുഴുവൻ പറയില്ലെങ്കിലും സിറ്റുവേഷൻസൊക്കെ ഏതാണ്ട് ഞാൻ പറയുന്നുണ്ട്, കഥയുടെ ഇതൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തി നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു. താങ്ക് യു.